ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ടൊമാറ്റോ ക്രീം പാസ്തയാണ്. ഇതുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ആദ്യം വരുന്നത് 350 ഗ്രാം ഫർഫലെ ബൗട്ടായി പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/4 കിലോ ചിക്കൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്, ഏകദേശം ഇതുപോലെ. ക്യാപ്സിക്കം ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞത് ഒരെണ്ണം. ടൊമാറ്റോ പാസ്ത സോസ് 5 ടേബിൾ സ്പൂണാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അതുപോലെ ഹെവി ക്രീം 1 കപ്പ് എടുക്കുന്നുണ്ട്. ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വറ്റൽ മുളക്, വെളുത്തുള്ളി 5 അല്ലി, ബട്ടർ 2 ടേബിൾ സ്പൂൺ, മോസറല്ല ചീസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മളിവിടെ 2 ടൈപ്പ് മോസറല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ചീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയും ഗാർലിക് പൗഡറും ഗ്രീൻ ചില്ലി സോസും എടുക്കുന്നുണ്ട്. അതുപോലെ വെള്ളവും ഉപ്പും ഒലീവ് ഓയിലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം ചൂടാകാൻ വെക്കുക. വെള്ളം ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഉപ്പും അതുപോലെ തന്നെ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂണും ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പാസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പാസ്ത ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിത് വാങ്ങി വെള്ളം ഡ്രൈ ചെയ്യാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. പാൻ ചൂടാകാൻ വെക്കാം. ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 6-7 മിനിറ്റിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സീസണിങ്ങിനായിട്ട് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ ഗാർലിക് പൗഡർ 1 ടീസ്പൂണും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ടേസ്റ്റിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതെടുത്ത് ഒരു ബോളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ സോസ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ബട്ടർ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി ഒന്ന് അലുത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ആ ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ബട്ടറും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. നമുക്കൊരു 40-45 സെക്കൻഡ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് സവോളയാണ്. ഇത് കുറച്ച് നേരം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഗ്രീൻ ചില്ലി സോസ് കൂടി ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 15-20 സെക്കൻഡും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ടൊമാറ്റോ പാസ്ത സോസും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ പാസ്തയിലും ആ സോസ് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് കുറച്ച് നേരം ആ സോസൊക്കെ ചിക്കനിലൊന്ന് വരാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഹെവി ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മളിവിടെ ഫൈനൽ സ്റ്റേജിലായി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത ഏകദേശം റെഡിയായി. സോ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിവിടെ ചീസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റേജിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ചീസ് ആഡ് ചെയ്ത് ചീസ് മെൽറ്റ് ചെയ്തെടുക്കും. ആദ്യം നമ്മളിത് 2 ലെയറായിട്ട് ആദ്യം പാസ്തയും പിന്നെ ചീസും, അതിന് മുകളിൽ പാസ്തയും പിന്നെ മുകളിൽ ചീസും കൂടെ ആഡ് ചെയ്ത് അടച്ച് ഓവനിലോട്ട് വെക്കും. ഓവനിൽ അടച്ച് 10 മിനിറ്റും തുറന്ന് 5 മിനിറ്റും 200 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത മെൽറ്റായി റെഡിയാവുന്നതാണ്.